ഒരു യുദ്ധം വന്നതോടെയാണ് രാജ്യത്ത് പെട്രോളിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞത്. സർക്കാർ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എത്തനോൾ ബ്ലെൻഡിംഗ് എന്ന് പറയുന്ന ഒരു മാർഗത്തിലേക്ക് രാജ്യത്തെ ഒന്നാകെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എന്താണ് എത്തനോൾ? കരിമ്പിൻ ചണ്ടിയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങളിൽ നിന്നും കോൺ അഥവാ ചോളത്തിൽ നിന്നുമെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ സത്തയെയാണ്, അത് പുളിപ്പിച്ചെടുക്കുന്ന സ്പിരിറ്റിനെയാണ് എത്തനോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല C2H5OH. കാർബൺ 52.1%, ഹൈഡ്രജൻ 13.1%, ഓക്സിജൻ 34.8%. ഇതാണ് എത്തനോളിൻ്റെ കെമിക്കൽ ഫോർമുല. ഇത് പെട്രോളിൽ കൂട്ടിച്ചേർക്കുമ്പോൾ മാറ്റങ്ങളേറെയാണ്. ക്രൂഡ് ഓയിൽ വാങ്ങി അത് സംസ്കരിച്ച് ശുദ്ധമായ പെട്രോളാക്കി എടുക്കുമ്പോൾ വരുന്ന ചിലവിനേക്കാൾ എത്രയോ കുറവായിരിക്കും എത്തനോൾ അതിൽ കലർത്തുമ്പോൾ. ഇതിനെ സാധാരണയായി സൂചിപ്പിക്കുന്നത് E എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിനൊപ്പം എത്ര ശതമാനം എത്തനോളാണ് ആ പെട്രോളിൽ ചേർത്തത് എന്ന് കണക്കാക്കിയാണ്. ഉദാഹരണത്തിന് E10 എന്ന് പറയുന്നത് 10% ആ പെട്രോളിലെ എത്തനോളിൻ്റെ അളവ്. E20 ആകുമ്പോൾ 20%. അങ്ങനെ നമ്പറുകൾ മാറുന്തോറും അതിലടങ്ങിയിരിക്കുന്ന എത്തനോളിൻ്റെ അളവിലും മാറ്റം വരും. ഇന്ത്യയിൽ എത്തനോൾ പെട്രോളിൽ കലർത്തുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് 2001 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിലും 5% എത്തനോൾ കലർത്തിയ പെട്രോൾ വിതരണം ചെയ്തുകൊണ്ടൊരു പരീക്ഷണമായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. 2006 പെട്രോളിൽ 5% എത്തനോൾ നിർബന്ധമാക്കി. അതായത് രാജ്യത്ത് E5 എത്തനോൾ കലർത്തിയ പെട്രോളിന്റെ വിൽപ്പനയായി മാറി. 2013 മുതൽ എത്തനോൾ കലർത്തിയ പെട്രോൾ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു സർക്കാരുകൾ സ്വീകരിച്ചു വന്നത്. എത്തനോൾ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യുന്ന പ്രക്രിയയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനായി സാമ്പത്തിക സഹായം അടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ നൽകി. 2030 നമ്മൾ രാജ്യത്ത് 20% എത്തനോൾ ബ്ലെൻഡ് ലക്ഷ്യം വെച്ചിരുന്ന ടൈം ലൈൻ. എന്നാൽ 2021 ആയപ്പോഴേക്കും ഇത് 2025-26 സാമ്പത്തിക വർഷം തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നീട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായി. അത്തരം പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കാനും ആ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താനും സർക്കാർ തന്നെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചു. 2023 എത്തനോൾ 20% കലർത്തിയ പെട്രോൾ തെരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്ത് സർക്കാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 2024 ആയപ്പോഴേക്കും എത്തനോൾ 15% പെട്രോളിന്റെ ഉപയോഗം സാർവത്രികമായിരുന്നു. 2025-2026 സാമ്പത്തിക വർഷത്തോടുകൂടി രാജ്യത്ത് E20 പെട്രോളിന്റെ ഉപയോഗവും സാർവത്രികമായി. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാം. പരാതികൾ വ്യാപകമായി ഉയരുകയാണ്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്ന പരാതികൾ വ്യാപകമായി ഉയരുന്നു. 2023 വരെ നിർമ്മിച്ച വാഹനങ്ങൾക്ക് പലതവണ എഞ്ചിനിൽ തകരാറ് അല്ലെങ്കിൽ സ്പെയർ പാർട്സുകളിൽ തകരാറ്. എവിടൊക്കെയാണ് തകരാറ് വരുന്നത് എന്ന് പരിശോധിക്കാം. എഞ്ചിനിലേക്ക് പെട്രോൾ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനുകൾ, ഇവ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ചവ, ഗ്യാസ്കറ്റുകൾ, എഞ്ചിൻ്റെ മറ്റു പല ഭാഗങ്ങൾ, പെട്രോൾ ടാങ്കിൽ തുരുമ്പ്, പെട്രോൾ ടാങ്കിനുള്ളിൽ അടിയുന്ന അവശിഷ്ടം. പരാതികൾ വൈവിധ്യമുള്ളതാണെങ്കിലും പ്രശ്നം ഒന്നു തന്നെ: വാഹനത്തിൻ്റെ ചെലവ് കൂടുന്നു. എത്ര തന്നെ അടിച്ചാലും പെട്രോൾ തികയാത്ത അവസ്ഥ, മൈലേജിൽ കാര്യമായ കുറവ്. പരാതികൾ വ്യാപകമായതോടെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും വിശദീകരണം നൽകേണ്ടി വന്നു. ലോകത്ത് ഇന്ത്യ മാത്രമല്ല എത്തനോൾ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യുന്നത്. ബ്രസീലിൽ 27% എത്തനോൾ മിക്സ് ചെയ്യുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും ഇതേ രീതി തുടരുന്നുണ്ട് എന്നും ഈ പാത പിന്തുടർന്നാണ് ഇന്ത്യയിലും എത്തനോൾ ബ്ലെൻഡിംഗ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വാദം. സർക്കാർ പറഞ്ഞത് ശരിയാണ്, ബ്രസീലിൽ 27% തന്നെയാണ് എത്തനോൾ മിക്സിംഗ്. എന്നാൽ സർക്കാർ ഉദ്ധരിച്ച മറ്റ് രാജ്യങ്ങൾ കൂടി നോക്കാം. അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ മിക്സ് ചെയ്യുന്ന എത്തനോളിൻ്റെ അളവ് 10% മുതൽ 15% വരെ മാത്രമാണ്. വാഹന നിർമ്മാണത്തിലെ ഭീമന്മാരായ ജപ്പാനിലാകട്ടെ എത്തനോൾ പരമാവധി മിക്സ് ചെയ്യാൻ പറ്റുന്നത് 10% വരെ മാത്രം. ചൈനയിൽ തെരഞ്ഞെടുത്ത പ്രവശ്യകളിൽ മാത്രമാണ് 15% വരെ എത്തനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന ചെയ്യാൻ സാധിക്കുക. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട രാജ്യങ്ങളിലെല്ലാം തന്നെ 10% മാത്രമാണ് എത്തനോൾ പെട്രോളിൽ കലർത്താൻ സാധിക്കുന്നത്. ഒടുവിൽ ഉപഭോക്താക്കളുടെ പരാതി പെരുകി കോടതി വരെ എത്തി കാര്യങ്ങൾ. പലയിടത്തും വാഹന ഉടമകൾ വാറന്റി നിഷേധിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത്
എത്തനോൾ 10%, 15% കലർത്തിയ പെട്രോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ 20% കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വാറന്റി നൽകാൻ കഴിയില്ലെന്ന് പല കമ്പനികളും പറഞ്ഞു. ഇത്തരം കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഒരു വാഹന ഉടമയ്ക്ക് വരുന്ന ചിലവുകൾ മാത്രം നോക്കുക. എന്റെ കൈവശമുള്ളത് 2011 നിർമ്മിച്ച ഒരു i10 കാറാണ്. ഗാസ്കറ്റ് ഉൾപ്പെടെ മാറേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടറിനടക്കം കേടുപാടുകൾ സംഭവിച്ചാൽ 2000 രൂപ ഏറ്റവും കുറഞ്ഞതും പരമാവധി 30,000 രൂപയ്ക്ക് മുകളിലേക്കും വരെ എത്താം ചിലവുകൾ. ഇത് കേവലം കേടുപാടുകൾക്ക് മാത്രമല്ല, ഇന്ധന ഉപഭോഗത്തിലും നമുക്ക് ഈ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളൊരു വർഷം 15,000 കിലോമീറ്റർ കാറിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ശരാശരി നിങ്ങൾ അടിക്കുന്ന ഇന്ധനത്തേക്കാൾ, അതായത് പെട്രോളിനേക്കാൾ 40 മുതൽ 70 ലിറ്റർ അധികം പെട്രോൾ നിങ്ങൾ വാങ്ങേണ്ടി വരും. വർദ്ധിച്ചു വരുന്ന പെട്രോളിൻ്റെ വില വലിയ സാമ്പത്തിക ഭാരം ഏൽപ്പിക്കുമെന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണ്ട. എത്തനോൾ കലർത്തിയ പെട്രോളിൻ്റെ വിൽപ്പന നിരോധിക്കണമെന്ന ആവശ്യത്തെ കോടതി തള്ളുകയാണ് ആദ്യം ചെയ്തത്. ഉയർന്ന മലിനീകരണ തോത് കുറയ്ക്കുന്നതിനും ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനും ക്ലീൻ എനർജി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദത്തിനും കോടതി അംഗീകാരം നൽകി. 20% എത്തനോൾ കലർത്തിയ പെട്രോൾ വിൽക്കുന്നത് ഒരു പരീക്ഷണമാണെന്ന അറ്റോർണി ജനറലിൻ്റെ വാദം പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഓഫീസ് നിഷേധിച്ചു. കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാദത്തിനിടെയുണ്ടായ ഒരു പരാമർശത്തിൽ നിന്ന് അടർത്തി മാറ്റിയ ഭാഗമെന്നാണ് അറ്റോർണി ജനറലിൻ്റെ ഓഫീസ് ഇതിനെ വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യം E20 പെട്രോളിൻ്റെ വിൽപ്പന നിരോധിക്കണമെന്നല്ല, പകരം E10 പെട്രോളിൻ്റെ വിൽപ്പന കൂടി രാജ്യത്ത് സാർവത്രികമാക്കണമെന്നാണ്. ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.